ഹായ്, ഞാൻ ഡോൺ വോയിസിലാട്ടെ ഗെറ്റ് റെഡി വിത്ത് മീ ഉള്ളത്. അപ്പം നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്. ഫസ്റ്റ് ഞാൻ പെട്ടെന്ന് എടുക്കാണ്. ഐസ് ക്യൂബ്സ് എടുക്കുന്നുണ്ട്. ഐസ് ക്യൂബ്സ് ഇല്ല ഇതിൽ ആക്ച്വലി. നമുക്ക് ഇന്നലെ രാത്രി എനിക്കൊരു ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാതിരി ആയിരിക്കാം മോന്ത. ഈ സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ചെയ്യാറില്ല അതായത് ചോന്നു ഇവിടെയൊക്കെ കണ്ട. സോ ഇതാണ് എൻ്റെ ബ്ലൗസ് ഇട്ടാ. പിന്നെ ബ്ലൗസ് ഇട്ടിട്ടിരിക്കണത് നമുക്ക് റെഡി ആയി കഴിഞ്ഞിട്ട് ഡ്രസ്സ് ബാക്കിയുള്ളതൊക്കെ ഇടാം. ഇത് കണ്ടോ ഞാൻ കണ്ണിൻ്റെ ഇടയിൽ കണ്ണ് എഴുതാറില്ല. എന്നാൽ ഡാൻസ് കൊണ്ട് മാത്രം എഴുതിയതാണ്. ഇത് പോണില്ല, ഇഷ്ടമല്ല. റോസ് വാട്ടർ എൻ്റെ ചേച്ചി ഇട്ടതാ. നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടാലോ? ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ബാക്കി ചെയ്യാം. ഇതെന്നെ ലിപ്സ്റ്റിക്ക് ഇത്തിരി ഇടാം. ഗൈസ് ഇപ്പോൾ സമയം 9:45 ആയിട്ട് 10 മണിക്ക് അച്ഛൻ വരും. അപ്പോഴേക്കും എനിക്ക് റെഡിയാണ്. ഓക്കെ, ഈ ഒരു കളറായതുകൊണ്ട് നമുക്ക് പൊട്ടും അതേ കളറാക്കാം. റെഡ് ഇച്ചിരി വലിപ്പമുള്ളതുണ്ട്, പക്ഷേ വേണ്ട, ഇത് പോതും. പക്ഷെ എപ്പോഴും ദാവണി സാരിയൊക്കെ ചെയ്യുമ്പോൾ ഈ ഐടെക്സിൻ്റെ പൊട്ടാണ് നല്ലത്, ഐ തിങ്ക് സോ. അതിന് നമുക്ക് ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. ഒറ്റ ലിപ്സ്റ്റിക് 100 കാര്യങ്ങൾ. നമുക്ക് മൂക്ക് നമുക്ക് ഇടിച്ച് പരത്തിയ പോലെ ഇരിക്കണ്ടേ, അതിന് കുറച്ച് മൂക്കുമ്പോൾ ബ്ലഷ്. നമ്മളിങ്ങനെയൊക്കെ ബ്ലഷ് ഇടാം. എനിക്കറിയില്ല, ഇതിന് ശാസ്ത്രീയ വശങ്ങളൊക്കെ എനിക്കറിയില്ല. ചേച്ചി ചെയ്യുന്നു, നമ്മളത് കണ്ടുപിടിക്കുന്നു. ചേച്ചി ഇങ്ങനെ നല്ല, ചേച്ചി കുറച്ചുകൂടി പ്രൊഫഷണലാണ്. എനിക്ക് ഇതിൻ്റെ ഇതൊന്നും അറിയില്ല. നമുക്ക് ഇതായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. വെറുതെ പറയാമെന്ന് വിചാരിക്കണം. സത്യമായിട്ടും നമുക്കൊരു ഫൗണ്ടേഷനോ ഒരു കോമ്പാക്റ്റോ ഒരു ഹൈലൈറ്ററോ ഒരു ഇവിടെ കോണ്ടോറാ ആ സാധനമോ ഒന്നും നമ്മുടെ ഇല്ല. നമ്മളതൊന്നും യൂസ് ചെയ്യാറില്ല. ഞാനായാലും ചേച്ചി ആയാലും ഒന്നും യൂസ് ചെയ്യാറില്ല. ആകെ ഉണ്ട് ഒരു ബ്ലഷും കുറേ ലിപ്സ്റ്റിക്കുകളും ഉണ്ട്. പിന്നെ നമ്മുടെ കോമൺ ആയിട്ട് ഐസ്ക്രീമല്ല, ഐലൈനറും കൺമഷി പൊട്ട് മസ്കാര ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പം എന്താ പറയാനിരിക്കണം, സത്യമായിട്ട് ഞങ്ങളെല്ലാം ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കണ്ടിരിക്കുന്നത്. നമുക്കിനി ഐലൈനർ ഇടാം. കണ്ണിൽ കഴിഞ്ഞു ചെറിയൊരു വാലിട്ടുണ്ട്. അടിയിൽ ഇതാ ഒരു പകുതിക്ക് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കറുപ്പ് കളറാണ് അടിയിൽ, അതിൻ്റെ പകുതിക്ക് അങ്ങോട്ട് എഴുതി. സോ അത് കഴിഞ്ഞു. ഇനി നമുക്ക് കമ്മലൊക്കെ ഇടാം. ഞാൻ എൻ്റെ കൊട്ടക്കമ്മലിൻ്റെ ബോക്സ്. സോ ഈ കമ്മലാണ് ഞാൻ ഇടാൻ പോകുന്നത്. ചേച്ചി പറയാൻ മറക്കും, എൻ്റെ ധാവണി ചേച്ചിയുടെയാണ്. ഞാൻ നമ്മുടെ ധാവണി ചേച്ചിയുടെയാണ്, കമ്മൽ ചേച്ചിയുടെയാണ്. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ലിപ്സ്റ്റിക്ക് ചേച്ചിയുടെയാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ചേച്ചി മേടിച്ച് തന്നതാണ്. ആൻഡ് ഞാൻ എഴുതിയ കൺമഷി ചേച്ചിയുടെയാണ്. കമ്മല കുമാരി കുമാരി നോ വാട്ട്. ഞങ്ങൾക്ക് മുടിയാട്ടാം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ മുടിയാട്ടാം. സോ ഞാൻ ചൂസ് ചെയ്ത ഹെയർ സ്റ്റൈൽ ഇതാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടുന്ന് പിരിച്ചു, ഇവിടെ കുറച്ച് കൊമ്പിട്ടു, ദാറ്റ്സ് ഇറ്റ്. നമുക്കിനി എല്ലാം ചെയ്താനായിട്ട് ഹെയർ സ്റ്റൈൽ മാറ്റണമെങ്കിൽ മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ആദ്യം ഇടാം, എന്നിട്ട് ചേട്ടയുടെ ഇടാം. നമുക്ക് ഡ്രസ് ഇടാം. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. കണ്ടോ ദേവിയില്ലേ ഞാൻ. നമുക്കിനി ഇത് ഉടുത്തിട്ട് കാണാം. And yeah, this is my outfit. Wow. അപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞു. അതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇതാണ് ഇഷ്ടമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ. കുട്ടികളാ റെഡ് കളറായിരുന്നു, റെഡ് ഇല്ല എൻ്റെ ചേച്ചിയുടെ ഉണ്ട്, പക്ഷെ എനിക്ക് പാകാറില്ല. കുളിരോടാ പുതിയ ചെരുപ്പ്. അപ്പം അത്രയുള്ള എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇനി നമുക്ക് കല്യാണത്തിന് പോയി സദ്യയൊക്കെ ഉണ്ട്, വയറ് ഇട്ട് വരാം. ഓക്കെ, ബൈ.